ശ്രീ ചന്ദ്രൻ ചെട്ടിയാർ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണം മലയാള ദൃശ്യ മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു, അർമാദിക്കുകയായിരുന്നു ധർമ്മസ്ഥലയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ. അതിപ്പോൾ കെട്ടുകഥയാണെന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കണ്ടെത്തൽ. റിപ്പോർട്ട് സമർപ്പിച്ചു. ഏതെങ്കിലും ഒരു മാധ്യമം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്, ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ചത് റിപ്പോർട്ട് ചെയ്തതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രീ ചന്ദ്രൻ? അതെ അതെ, പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പത്രത്തിലെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ ധർമ്മസ്ഥലത്തിനെ പറ്റിയിട്ട് ഒരു അപകീർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് ചാനലുകൾ എന്ന് പറഞ്ഞാല് ഈ നേത്രാവതി പുഴയുടെ സൈഡിലെല്ലാം ചാനലിന്റെ ആൾക്കാർ തന്നെ നിറഞ്ഞായിരുന്നു. എല്ലാം ഇവിടുത്തെ പറ്റിയിട്ട് തെറ്റുകൾ, വെറും എന്തെങ്കിലും തെറ്റ് ന്യൂസുകൾ വെറുതെ കളി തന്നെ അതിലവര് ഒരുപാട് ചുമന്ന് പറഞ്ഞു വിട്ടത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഒരാളെ ഇവര് കൊണ്ടുവന്നു. ഈ 5-6 പേര് കൂടിയിട്ട് ഒരു ഷഡ്യന്ത്രം ചെയ്തു. ഒരു ഗൂഢാലോചനയിൽ അവൻ ഈ നല്ല കോഴിക്കറിയും ഭക്ഷണം കൊടുത്തിട്ട് അവനോട് തന്നെ പറയിപ്പിച്ചു, അവനോട് തന്നെ കംപ്ലൈന്റ് കൊടുപ്പിച്ചു. അവസാനം അവര് ഒഴിവായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞ. ഇതിന്റെ ബാക്കിൽ ഒരുപാട് വലിയ കൈവാടങ്ങൾ കൂടിയിട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ഷഡ്യന്ത്രം എന്നുള്ളത് മേൽനോട്ടത്തിന് നല്ലത് സത്യമാണ്. എന്താ പറഞ്ഞാല് സാമാന്യമൊന്നുമല്ല. അവര് ഏത് പറഞ്ഞാൽ ഏത് രീതിയിലും ഹൈക്കോർട്ടിൽ നിന്ന് അവര് അതിന് വേണ്ടുന്ന എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഹൈക്കോർട്ടിൽ നിന്ന് അതിനെ വാദിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അവർ പുറത്തു വരുന്നു. അഥവാ അവർക്ക് ശിക്ഷ കിട്ടാത്ത രീതിയിൽ അവർ നോക്കുന്നുണ്ട്. അതുപോലെ എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും? ഒരുപാട് പ്രാവശ്യം ചെയ്യാൻ പറ്റുമ ആയിരിക്കും. പിന്നെ എന്നായെങ്കിലും ഒരു ദിവസം സത്യം തന്നെ ആയിട്ട് തന്നെ വരണമല്ലോ. ആ സത്യത്തിന്റെ ഇടയിൽ ഈ കളികളും ഈ സുള്ളുകളും ഈ മോശകളും ഈ ഗൂഢാലോചനയും ഷഡ്യന്ത്രവും ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. പുറത്ത് വന്നുകൊണ്ടുണ്ട്. എന്നാൽ അതിനെ തിരിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പല രീതിയിലെ കഥകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഒരു പണ്ടത്തെ സംഗതിയിൽ അറിയുന്നില്ലേ, സൗജന്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി മരിച്ചതിന് സംഗതിയായിട്ടില്ല, ശരി സത്യപ്രകാരം അവനെ കിട്ടിയിട്ടുണ്ട്. അവൻ ജയിലിലായിരുന്നു. അവൻ ആര് കൊണ്ടുവന്നു? അവര് തന്നെ കൊണ്ടുവന്നിട്ട് ഇന്ന് ചോദിക്കുന്ന കൊന്നവരാര്, ആരാണ് കൊന്നതെന്നുള്ളത് അവർ സമരം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തെന്ന്? അപ്പൊ ഈ ന്യായനീതിയിൽ ഒരു സരിക്കിലീനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലേ? പക്ഷെ പൈസക്ക് വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വാദിക്കുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തില് ഒരു ചെറിയ മധ്യയിൽ അക്ഷരത്തിനെ നിർത്തിയിട്ട് ആ സത്യത്തിനെ അസത്യം പോലെ ആക്കിയിട്ട്, അല്ലെങ്കിൽ അസത്യത്തിനെ തന്നെ ഇതൊരു സത്യം പോലെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് അവരെ പുറത്തു വരാനെല്ലാം നോക്കുന്നത് രീതി, അത് അവരെ കഴിവായിരിക്കും. ഈ കാനൂന് വിദ്യ പഠിച്ചവരൊരു കഴിവ്. പക്ഷെ കഴിവ് അതെങ്കിലും ഒരു അസത്യത്തിനെ നമ്മൾ സത്യം പോലെ കാണിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ, അവരെ മനസാക്ഷി പറയും. അവരെ മനസ്സ് എന്നും അത് ഞാൻ ചെയ്ത തെറ്റുന്നില്ല അവർക്ക് കാണിക്കുമല്ലോ. പിന്നെ നമുക്കൊരു വിശ്വാസമല്ലേ, നമ്മൾ ഇന്ത്യ വിശ്വാസത്തിലാണ് ഉള്ളത്. ഈ ഭൂമി തന്നെ വിശ്വാസം. ഇന്ത്യയിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സത്യത്തിനെ കളവാക്കിയിട്ടും കളവിനെ സത്യമാക്കിയാല് ആ ചെയ്തവർക്കും അതിൽ പണമായിരിക്കും, പൈസ ആയിരിക്കും, അവർക്ക് വേണ്ടത് കീർത്തിയായിരിക്കും, പേരായിരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിലും ദൈവം കൊടുക്കുന്ന ശിക്ഷ അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കർമ്മം ആരെയും വിടൂല. ആ കർമ്മം ഇന്നല്ലെങ്കിൽ നാളെ അവരെ ചുറ്റിക്കളിക്കും. ഇതിപ്പോ ഇവർ ചെയ്ത ഷഡ്യന്ത്രത്തിൽ കാണുന്നുണ്ടല്ലോ. ഇവരൊരു തലയോട്ടി സൃഷ്ടിച്ചു. ഈ നേരത്തെ പറഞ്ഞ പോലെ വിട്ടൽ ഗൗഡ, മട്ടണ്ണ, ഈ തിമരോടി, ഇതുപോലെ സുജാത ഈ തിമരോടി ആരാണ് ശ്രീ ചന്ദ്രൻ? തിമരോടിയുടെ വീട്ടിൽ വെച്ചാണ് പലവട്ടം ഗൂഢാലോചന നടന്നത് എന്നാണ് SIT പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത്. അതെ, എന്ന് പറഞ്ഞാൽ തിമരോടി എന്ന് പറയുന്നത് ഈ അടുത്ത നിവാസിയാണ്. ഇവിടുന്ന് ഇതേ ബെൽത്തങ്ങാടി താലൂക്കുകാരനാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്താണ് അവന്റെ വീട്. അപ്പോ ഇവര് പല സംഗതിയിൽ അന്ന് ഈ സൗജന്യ സംഗതിയിൽ തുടങ്ങി. ഈ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സംഗതി നടന്നത് ധർമ്മസ്ഥലം നല്ലൊരു ഗ്രാമമാണ്. ഗ്രാമത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലയിൽ ആ പെൺകുട്ടീനെ ചെയ്ത സംഗതി, അത് ആ ആരോപി അപരാധി കിട്ടിയിട്ടുണ്ട്. അന്നേരത്തെ CID റിപ്പോർട്ടും പിന്നെ CBI പോലീസും എല്ലാം ചെയ്തിട്ടുള്ളത് അതേ ആള് നിറഞ്ഞു. പക്ഷെ വാദിച്ചിട്ട് പല അതിനില്ല അക്ഷരങ്ങൾ തെറ്റിച്ചിട്ട് അവനെ പുറത്ത് കൊണ്ടുവന്നവരെ തന്നെ ഒന്ന് ചോദിക്കുകയാണ് കൊന്നവരാരെന്ന്. അപ്പോ ഇതിന് എന്തെന്നാണ് അർത്ഥം? അപ്പോ എന്താണ് ഇതിന് പറയണ്ടേ? ഇവര് തന്നെ മട്ടണ്ണൻ, തിമരോടി, വിട്ടൽ ഗൗഡ, സുജാത ഭട്ട്,
പിന്നെ അങ്ങനെ ഈ കുറെ ആൾക്കാർ അങ്ങനെ അവരെ കൂടെ പിന്നെ മനാഫ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നിട്ട് ഒരു ഷഡ്യന്ത്രം ചെയ്തു. പിന്നെ ഇല്ലാതെ ലോകത്ത് ജനിക്കാതെ അനന്യനെ സൃഷ്ടിച്ചു. അനന്യക്ക് ഇപ്പൊ ഇവര് കൊന്നവരാര് ചോദിക്കും, അപ്പൊ ഈ അനന്യാന്ന് ഇല്ലാത്ത കുഞ്ഞിക്ക് അച്ഛനാര്, തന്തയാര് എന്ന് ചോദിക്കുന്ന അങ്ങനത്തെ പ്രശ്നമാണ് ഇപ്പൊ ഉള്ളത്. എന്നിട്ട് അനന്യ ഇവര് കുഴിയെടുത്ത് മാന്തി നോക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ശവം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ സ്ത്രീയുടെ അവയവമാണെന്നല്ല ഇവർക്ക് കണ്ടു കിട്ടിയാലും മതി. അന്ന് തന്നെ ഇവർ അതിന് വേണ്ടുന്ന സ്റ്റഡിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാല് ജസ്റ്റിസ് ഫോർ സൗജന്യരെ കൂടെ ജസ്റ്റിസ് ഫോർ അനന്യ എന്ന് ചെയ്തിട്ട് ഈ ലോകം മൊത്തം കലർത്താൻ വേണ്ടിയിട്ട് അവർ നോക്കിയതാണ്. വിശ്വാസമായ ഒരു ധർമ്മസ്ഥല ക്ഷേത്രം, അതെത്രയോ നൂറാണ്ട് കാലത്തുനിന്ന് ദാനം, ധർമ്മം, ഭക്തി, ഒരു അഭയദാനം, വിദ്യാദാനം ഇങ്ങനെല്ലാം ചെയ്തുകൊണ്ട് വരുന്ന ഒരു ക്ഷേത്രമാണത്. പഴയ ഇതില്ലല്ലോ. അപ്പൊ അന്ന് അത്രയും ഒരു ഇതിൽ നല്ല നടത്തിക്കൊണ്ട് പോകുമ്പോ ഒരു സ്ട്രിക്റ്റ് ഉണ്ട്. ധർമ്മസ്ഥലം എന്ന് പറഞ്ഞാല് ഒരു ബേലി ഇല്ലാത്ത സ്ഥലമല്ല. അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഒരു നിയമപ്രകാരം ഒരു ലൈൻ, ഒരു ക്യൂ, ഒരു സിസ്റ്റം. ഈ സിസ്റ്റം ആകാത്ത അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് അതെല്ലാം വേണ്ട. അവർക്ക് ഒന്നാകെ ഏതെങ്കിലും മേനി കളിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും സദ്യതൊക്കെ ഇടണം. അവിടെ ഇങ്ങനെ ബാർ, റെസ്റ്റോറന്റ്, ക്യാബറേറ്റ്, പിന്നെ ഇസ്പിറ്റ് കളി, അല്ല ഈ കോഴിക്കളം, അങ്ങനത്തെ ഒന്നും ഇല്ല. അവർ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ചെയ്തിട്ട് ഒരു സർക്കാരിക്കരണോ ഗവൺമെന്റോ ചെയ്തെങ്കിൽ അവിടെ എല്ലാം തുടങ്ങാലോ, എന്ത് വേണമെങ്കിൽ തുടങ്ങാലോ എന്നുള്ള ഒരു ഉദ്ദേശമാണത്. അതിന്റെ ബാക്കിൽ വലിയൊരു സദ്യാന്തരത്തിന്റെ കൈ ഉണ്ട് എന്നുള്ളത് ഇത് സാധാരണ ഇല്ലവർക്ക് ഒരു എന്നെ പോലത്തെ വിദ്യ ഇല്ലാത്തവരും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ബാക്കിൽ ആരോ കളിക്കുന്നുണ്ട്. എന്തായാലും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് SITയും കണ്ടെത്തിയത്.